ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ. ആദ്യം തന്നെ നമ്മൾ ലോകമെമ്പാടുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുന്ന ദിവസമാണ്. സോ അങ്ങനെ തന്നെ തുടങ്ങാം. അപ്പം ഓണം ആയതുകൊണ്ട് തന്നെ നമ്മളെ ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പം ഇനി പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് എന്താ പറയുക, നമുക്ക് ഹിസ്റ്ററി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ഹിസ്റ്ററി. അത് നമ്മൾ സ്കൂളിൽ ബുക്കിൽ പഠിച്ച ഹിസ്റ്ററി അല്ല, ഏൻഷ്യൻ ഹിസ്റ്ററി. നമ്മൾക്കൊന്നും അധികം അറിയാത്ത, അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി നമ്മുടെ രാജ്യത്തെ പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ്റെ ഏൻഷ്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വേൾഡിൻ്റെ തന്നെ ഹിസ്റ്ററിയാണ്. അങ്ങനെയാണ് എല്ലാം. സോ ഇപ്പം ഈ പെർട്ടിക്കുലർ നമ്മളെ ഓണത്തിൻ്റെ അന്ന് വന്നിട്ട് എനിക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ഓണത്തിൻ്റെ പുരാണം, ഓണം എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, ഓണം എന്ന് പറഞ്ഞ ആഘോഷം, അതിനൊരു ഒരു പുരാണ കഥ, അല്ലെങ്കിൽ മഹാബലി. നമുക്ക് എല്ലാവർക്കും അറിയാം മഹാബലി. നമ്മൾ ഇത് ചെറുപ്പം മുതലേ കേട്ട് വരുന്നതാണ്. പക്ഷെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും നമ്മൾ കേൾക്കണതും ഇതൊന്നല്ല യഥാർത്ഥ സത്യം. അല്ലെങ്കിൽ ഈ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ് പോലും നമ്മൾ ആരും വായിച്ചിട്ടോ അങ്ങനെ ഒന്നും, നമുക്ക് അങ്ങനെ ഒരു ശീലമൊന്നും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് അറിവുകൾ നമുക്കില്ല. ആക്ച്വലി നമുക്ക് അറിയില്ല. അതാണ് നമ്മൾ ഒരു ഇതിൻ്റെ ഫ്ലോയിൽ വന്ന് അതുകൊണ്ട് ആഘോഷിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ അത് അത്രയേ ഉള്ളൂ എന്ന് കരുതുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ മലയാളികളാണെങ്കിൽ, ഇന്ത്യക്കാരാണെങ്കിൽ എസ്പെഷ്യലി. സോ ഇപ്പം നമ്മൾ പൊതുവേ നമ്മളെപ്പോഴും കേൾക്കുന്ന, നമ്മൾക്കൊരു ഓണത്തിൻ്റെ ഒരു ഐതിഹ്യമുണ്ട്, അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഒരു കഥ, എന്താണ് ഓണം എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമുക്കറിയുന്നൊരു കഥ. എന്താ വെച്ചാൽ, വിഷ്ണു വാമനൻ്റെ അവതാരം എടുത്തിട്ട് വരുന്നു, മഹാബലി എന്ന അസുര രാജാവിനെ ഭൂമിയിലേക്ക് ചവിട്ടിത്താത്തുന്നു. ബട്ട് മഹാബലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനറസ് ആയ, ഭയങ്കര കേരളം വലിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് വന്ന് ചവിട്ടിത്താഴ്ത്തുന്ന കഥയാണ് നമ്മൾ കേട്ട കഥ. ഇപ്പോഴും 95% ആൾക്കാർക്ക് അറിയുന്ന കഥ അത് തന്നെയാണ്. എന്നാൽ അങ്ങനൊരു സംഭവമേ അല്ല നടന്നത്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും മെയിൻ കോണ്ടെക്സ്റ്റ് അങ്ങനെയല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിനൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി പിന്നെ വേറൊരു സംഭവമുണ്ട്. നമ്മൾ കാലം കഴിയും തോറും അപ്പോഴത്തെ എന്താ പറയുക, നമ്മളൊരു സമൂഹത്തിന് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് പലതും ആഡ് ഓൺ ചെയ്യും. സോ അതിൻ്റെ ഇടയ്ക്ക് പലരും പറയുന്ന കേൾക്കുന്നൊരു കാര്യമാണ്, ഓണം അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ എന്താ പറയുക, ഒരു ഹിന്ദു കൾച്ചറിലോ അല്ലെങ്കിൽ അതിൽ വരുന്ന ഒരു ഉത്സവമല്ല, അതൊരു കേരളത്തിൻ്റെ കാർഷികോത്സവമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമില്ല. ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു കൾച്ചറിൽ വരുന്ന ഒരു ഉത്സവം തന്നെയാണ്. അതിൻ്റെ പൗരാണികമായിട്ടുള്ള ഹിന്ദു കൾച്ചറിൽ നടന്ന ഒരു കഥേൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഓണം എന്ന് പറഞ്ഞ സങ്കല്പമൊക്കെ ഉണ്ടായി വരുന്നത്. പിന്നീട് അതിന് പല മാറ്റങ്ങളും ആസ് യൂഷ്വൽ എല്ലാത്തിനും വരുന്ന പോലെ പല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. എന്നാൽ എനിക്ക് തോന്നുന്നു മേ ബി ഒരു 5% ആൾക്കാർക്ക് മേ ബി അറിയാമായിരിക്കാം ഈ ഒരു സംഭവം, കാര്യങ്ങളൊക്കെ എന്താണ്. നമുക്കറിയുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണ്. സോ അതിൻ്റെ ശരിക്കും നമ്മൾ ഏത് ബുക്കിലാണ്, നമ്മൾ ഏത് പുരാണത്തിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, എന്താണ് പറഞ്ഞത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്. അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. നമ്മുടെ ഭഗവത പുരാണം, നമുക്ക് ഒരുപാട് പുരാണങ്ങളുള്ള ഒരു പുരാണമാണ് ഭഗവത പുരാണം. സോ അങ്ങനെ ഉള്ള നമ്മുടെ ഭഗവത പുരാണത്തിലെ 8ാം സ്കന്ധ, സ്കന്ധ മീൻസ് നമ്മൾ കാണ്ഡം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഭവം, ഒരു സെക്ഷൻ ഓഫ് ഇത്. അതിൽ 8ാമത്തെ സ്കന്ധയിലെ 15 to 22 ആ ഒരു ചാപ്റ്ററിലാണ് സത്യത്തിൽ നമ്മുടെ മഹാബലിൻ്റെ വാമനൻ്റെ ഈ കഥ പറഞ്ഞു പോകുന്നത്. സോ ആദ്യം തന്നെ മഹാബലി ആരാന്ന് നമുക്ക് മനസ്സിലാക്കണം. മഹാബലി എന്ന് പറഞ്ഞാൽ ഒരു അസുര രാജാവാണ്. നിങ്ങൾക്ക് പ്രഹ്ലാദം എന്ന് കേട്ടിട്ടുണ്ടാവും. അത് ചിലപ്പം പലരും, എനിക്ക് പണ്ട് നമുക്കാകെയുള്ള അറിവെന്ന് പറഞ്ഞാൽ ചുമ്മാ സീരിയലിൽ കണ്ട അറിവ് മാത്രമേ ഉള്ളൂ. ഒരു പുരാണങ്ങളും ഇതിഹാസങ്ങളും നമുക്ക് അല്ലാതെ അതിൻ്റെ റിയൽ എന്താണ് എഴുതി വെച്ചെന്ന് പോലും അറിയില്ല. നമുക്കറിയാം സീരിയലിൽ ആരൊക്കെയോ അവരുടെ ഇഷ്ടത്തിന് ചെയ്ത ഇത് മാത്രമേ അറിയുള്ളൂ. സോ എനിവേ, ആ പ്രഹ്ലാദം എന്ന് പറഞ്ഞാൽ നമുക്ക് നരസിംഹാവതാരം എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ ഒരു അവതാരത്തിൽ. ആ പ്രഹ്ലാദം എന്ന് പറഞ്ഞ ആളെ ഇപ്പം ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സണ്ണാണ് ഈ മഹാബലി. സോ അത് മുതലേ ആ ലീനേജ് ഉണ്ട്. സോ പ്രഹ്ലാദന് നമുക്ക് മുന്നേ ഉള്ള പുരാണങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അറിയാം, നരസിംഹാവതാര സമയത്ത് അറിയാം. സോ അദ്ദേഹത്തിൻ്റെ ആ ഇതിൽ വരുന്ന, അതായത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകനാണ് ഈ മഹാബലി. സോ അസുരരാജാവാണെങ്കിലും വളരെ ജനറസ് ആയ, ഭയങ്കര എല്ലാവർക്കും നന്മ ചെയ്യുന്ന അസുരരാജാവാണ്. പിന്നെ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ മാത്രം എന്താണ് ഓണം ആഘോഷിക്കുന്നത്, ഇപ്പോഴും അതിൻ്റെ ഒരു കണക്ഷൻ എവിടെയും കിട്ടിയില്ല. കാരണം മഹാബലിക്കാണ് കേരളം ഭരിച്ചിരുന്നതിനുള്ള ഒരു തെരുവ് ഇല്ല. ആക്ച്വലി അങ്ങനെ ഒന്നും എവിടെയും പറയുന്നില്ല. ബട്ട് ഞാൻ ഗസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, മേ ബി ആ ഒരു ഏരിയ, ഇന്ത്യയിലുള്ള ആ ഒരു സൗത്തിലേക്കുള്ള ഏരിയയിലായിരിക്കും അദ്ദേഹം ഭരിച്ചിരുന്നത്. കാരണം ഞാനത് പറയാനുള്ള കാരണം പിന്നീട് പറയാം. കാരണം കേരളത്തിൽ മാത്രമേ ഉള്ളൂ
ഈ ഒരു സ്റ്റോറി നമുക്ക് ഓണം എന്ന് പറഞ്ഞ സംഭവം, ഈ പുരാണം നമ്മൾ ഇന്ത്യൻ്റെ പുരാണമായിട്ട് കിടക്കുമ്പോൾ ഈ ഒരു സ്റ്റോറി എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമ്മളാണ് അത് നമ്മളെ എന്താ പറയുക ഇതിലായിട്ട് കണക്ട് ചെയ്യുന്നത്. സോ കാരണം ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പം കുറേ വീഡിയോസ് കാണാം, വാമനന്റെ അവതാരം കഴിഞ്ഞിട്ടല്ലേ എന്താ പറയുക രാമന്റെ അവതാരം ഉണ്ടായത്, പരശുരാമൻ മഴ എറിഞ്ഞിട്ടല്ലേ കുറച്ച്, കാരണം അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഫാക്ച്വലായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാന്നാണ് ഇന്നൊക്കെ ഉള്ളത്. സോ മേ ബി സൗത്ത് ഇന്ത്യയിൽ എവിടെയോ ഭരിച്ചിരുന്ന ഒരു രാജാവ്, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭരിച്ചിരുന്ന മഹാബലി എന്ന രാജാവ്, ഭയങ്കര ജനറസ് ആയ കിങ്. സോ അപ്പം എന്താ സംഭവിച്ചാൽ അദ്ദേഹം ആക്ച്വലി ആ ടൈമിൽ അദ്ദേഹം എല്ലാ ലോകങ്ങളും ഭരിക്കുന്ന ആ ഒരു പവറിൽ നിൽക്കുന്ന ടൈമാണ്. എല്ലാ ലോകങ്ങളും ഭരിച്ച് എല്ലാം അടക്കി പിടിച്ച്, എന്നാൽ ഒരു ജനറസ് ആയ ഇപ്പൊ വയറ് ചാടിയ വച്ചാടൊന്നുമല്ല, ഭയങ്കര നമുക്കറിയാം ഒരു അസുര രാജാവാണ്. അതായത് ഭയങ്കര യോദ്ധാവായ അസുര രാജാവിന്റെ ഒരു ഫിസിക്കൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മളിപ്പം കാണുന്ന പോലത്തെ ഈ കുടവയറായിട്ടുള്ള ബാഹുബലി ഒന്നുമല്ല, അതൊക്കെ പിന്നീട് എങ്ങനെയോ വന്നതാണ് എന്തായാലും. സോ അങ്ങനെ ഭരിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം ദേവഗണ ജനറസ് ആയ കിങ്. സോ അപ്പം എന്താ സംഭവിച്ചാൽ അദ്ദേഹം ആക്ച്വലി ആ ടൈമിൽ അദ്ദേഹം എല്ലാ ലോകങ്ങളും ഭരിക്കുന്ന ആ ഒരു പവറിൽ നിൽക്കുന്ന ടൈമാണ്. എല്ലാ ലോകങ്ങളും ഭരിച്ച് എല്ലാം അടക്കി പിടിച്ച്, എന്നാൽ ഒരു ജനറസ് ആയ ഇപ്പൊ വയറ് ചാടിയ വച്ചാടൊന്നുമല്ല, ഭയങ്കര നമുക്കറിയാം ഒരു അസുര രാജാവാണ്. അതായത് ഭയങ്കര യോദ്ധാവായ അസുര രാജാവിന്റെ ഒരു ഫിസിക്കൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മളിപ്പം കാണുന്ന പോലത്തെ ഈ കുടവയറായിട്ടുള്ള ബാഹുബലി ഒന്നുമല്ല, അതൊക്കെ പിന്നീട് എങ്ങനെയോ വന്നതാണ് എന്തായാലും. സോ അങ്ങനെ ഭരിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം ദേവഗണങ്ങൾ, നമ്മൾ ദേവന്മാരെ പറ്റി പറയും. ദേവന്മാരെന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര നല്ലത് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊന്നുമില്ല. അവർക്ക് ഇതിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ, ഞാൻ ഈ ഒരു ഐതിഹ്യമാണ് പറഞ്ഞത്, ഈ ഒരു പുരാണം എന്താണ് ആ സ്റ്റോറി എന്നാണ് പറഞ്ഞു വരുന്നത്. വിഷ്ണു വാമനാവതാരം എടുത്തിട്ട് വന്നിട്ട് അദ്ദേഹത്തിനോട് ഇത് ചോദിക്കുന്നു. ആ സ്റ്റോറി നമുക്ക് എല്ലാവർക്കും ഒരുപാട് കേട്ട കാര്യമാണ്. 3 അടി ചോദിക്കുന്നു, അതിൽ 3ാമത്തെ അടിയിൽ അദ്ദേഹത്തിന് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നു. സോ ഇവിടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ. അപ്പം നമ്മളെല്ലാവരും മനസ്സിലെന്താണ്, വിഷ്ണു വാമനന്റെ അവതാരം എടുത്ത് വരുന്നു, ഒരു മഹാബലി എന്ന രാജാവിനെ പാതാളത്തിലേക്ക് ചവിട്ടി, അദ്ദേഹത്തിന് എന്താ പറയാ, നമ്മൾ അദ്ദേഹത്തിന് ഒരു കേഴ്സ്, അദ്ദേഹത്തിനെ ശപിക്കുന്ന പോലെ, അങ്ങനെയാണ് നമ്മൾ എല്ലാവർക്കും നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതാണ്. അതായത് ഒരു വർഷത്തിൽ ഒരിക്കൽ വന്ന് എല്ലാവരും കാണാനുള്ളത് കൊടുക്കുന്നു. സോ അങ്ങനെ ഓണം അതൊക്കെയാണ്. ഒരിക്കലും വിഷ്ണു അദ്ദേഹത്തിനെ മഹാബലിയെ, അതായത് നീ നശിച്ചു പോകുന്നു പറഞ്ഞ് ചവിട്ടി ഒരു പാതാളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. എന്നാൽ പാതാളം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു, മേ ബി ഞാൻ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ, നോർത്ത് ഇന്ത്യയിൽ ഇപ്പം നമ്മുടെ ഒരു പഞ്ചാബിലൊക്കെ ഉള്ള ആൾക്കാരെ അവരെ സംബന്ധിച്ചിടത്തോളം പാതാളം, എനിക്കൊന്ന് സംസ്കൃത വീടിന്റെ അർത്ഥം അങ്ങനെയാണ് വരുന്നത്. അതായത് നമ്മൾ സൗത്തിലേക്ക് വരുന്ന ആൾക്കാർ, താഴെ ഭാഗത്ത് ജീവിക്കുന്ന ആൾക്കാർ, ഞാൻ അത്രയും പാതാളം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നു. നമ്മൾ ഭൂമിയുടെ അടിയിലുള്ള അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ്സും അതിന്റെ കുറെ കാര്യങ്ങളും വേറെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. എന്നാലും ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ സൗത്തിലേക്കില്ല, അതായത് നമ്മൾ താഴെ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചാബിൽ നിൽക്കുന്ന ആൾക്കാർക്ക് താഴെ കേരളത്തിലേക്ക് നിന്നുള്ള ആൾക്കാരൊക്കെ ഒരു പാതാളത്തിൽ ജീവിക്കുന്ന ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം, കാരണം താഴെ നിന്ന് വരുന്ന ആൾക്കാർ. അതുപോലെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ താഴേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അങ്ങനെ ശ്രീലങ്ക, ഈവൻ അടുത്ത കോണ്ടിനെന്റ്സിലേക്ക് പോവാം. സോ അതാണ് പാതാളം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത്. സോ അപ്പം ഇവിടെ പാതാളം എന്ന് പറഞ്ഞൊരു സംഭവമേ ആ ഒരു ഭഗവത് പുരാണയിൽ പറയുന്നില്ല. ഭഗവത് പുരാണം പറയുന്നത് വെച്ചാൽ, ഇത്രയും ജനറസ് ആയ നല്ലൊരു അസുരരാജാവായിട്ട് പോലും അത്ര നല്ലൊരു കിങ്ങിനെ, മഹാബലിയെ അനുഗ്രഹിക്കുകയാണ്. ബ്ലെസ്സിങ് ആണ്. ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതുണ്ടാവില്ല, നമ്മളൊരു ഗർവ്, അദ്ദേഹത്തിന്റെ ഒരു എന്തെങ്കിലും ഈ അഹങ്കാരം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിച്ചിട്ട് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിനെ അവിടുന്ന് സെൻഡ് ചെയ്യുന്നത് സുതലോക എന്ന് പറയും മലയാളത്തിൽ. സുതാള എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പാതാളം എന്ന് പറഞ്ഞത് എവിടെയും പറയുന്നില്ല. സുതാള എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അദ്ദേഹത്തെ സെൻഡ് ചെയ്യുക. അത് മാത്രമല്ല, അദ്ദേഹത്തിന് അങ്ങോട്ട് പറഞ്ഞയക്കുക മാത്രമല്ല, വിഷ്ണു അവിടെ ഗാർഡ് ചെയ്യുക. അതായത് ആ സുതാള ലോകത്തിന്റെ ഗാർഡ് ചെയ്യാൻ ഞാൻ വന്ന് നിന്നോളാംന്ന് അതുകൂടെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് അയക്കുന്നത്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിന്റെ ഡിഫറൻസ് ആലോചിച്ചു നിങ്ങൾ. കാരണം നമ്മൾ എന്താണ് ചവിട്ടി താഴ്ത്തി അങ്ങനെയാ പറയുന്നത്, പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹത്തിനെ നമ്മൾ ബ്ലെസ് ചെയ്തിട്ട്, അത് ഈ സുതാള എന്ന് പറഞ്ഞാൽ വേറെ എന്താ വെച്ചാൽ, നമ്മളെ വിശ്വകർമ്മ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതൊക്കെ. വിശ്വകർമ്മ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. നമ്മളെ ഇപ്പോഴത്തെ പറയാ കമ്പയർ ചെയ്യാൻ ആരുമില്ല. ബിക്കോസ് പണ്ടത്തെ ആർക്കിടെക്റ്റ് ആണ്. അതായത് വലിയ ഇപ്പൊ ലങ്കന്റെ ഈ സ്വർഗ്ഗലോകം, ഇതൊക്കെ ആർക്കിടെക്റ്റ് ചെയ്ത ആർക്കിടെക്റ്റാണ്. അതൊക്കെ ഉണ്ടാക്കിയ ആർക്കിടെക്റ്റാണ് വിശ്വകർമ്മ. അദ്ദേഹം ഉണ്ടാക്കിയ ഭയങ്കര സ്വർണം കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പല ഗോപുരങ്ങളും പല കാര്യങ്ങളും ഉള്ള നമുക്ക് നമ്മളിപ്പോഴത്തെ ഒരു ഭാഷയിൽ വന്ന ഒരു റിയലം എന്ന് പറയാം. അതൊരു സുതാള എന്ന് പറഞ്ഞ ഒരു റിയലം.
ഓക്കെ, അതിൻ്റെയൊക്കെ വേറെ രീതിയിൽ വേറെ അതിനെ കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. ബട്ട് ഇപ്പം അതായത് സുധാള എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സുധ ലോക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ, അപ്പം മഹാബലി എവിടെയായിരുന്നോ അതിനെക്കാട്ടി സ്വർഗത്തിനെക്കാട്ടി ബ്യൂട്ടിഫുൾ ആയ ആ ഒരു ലോകത്തേക്ക് അദ്ദേഹത്തിന് അയച്ചു. എന്നിട്ട് വിഷ്ണു പറഞ്ഞു, ഞാൻ അവിടെ നിനക്ക് വേണ്ടി ഗാർഡ് ചെയ്തോളാം, കാവൽ നിന്നോളാം. സോ ഇത്രയും പോസിറ്റീവായിട്ട് ഇങ്ങനെ ചെയ്ത ഒരു കഥയാണ് നമ്മൾ ഇത്ര കാലം നമ്മൾ മനസ്സിലാക്കി വെച്ചത്. എന്താ വെച്ചാൽ എന്താണ്, മഹാബലി ചവിട്ടി താഴ്ത്തി പാവം. അതായത് സി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ല, നമ്മളെ ഒറിജിനൽ സ്ക്രിപ്റ്റേഴ്സ് ഒന്നും നമ്മൾ ആരും വായിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ട് എന്തായാലും. സോ ഞാൻ ഇപ്പം ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഓണത്തിനെ കുറിച്ച് മനസ്സിലാക്കിയ ഇതിലുള്ള മെയിൻ സംഭവം ആണ് പാതാളത്തിലെ ചവിട്ടി താഴ്ത്തി എന്നുള്ളത്. സോ അങ്ങനെ ഒരു സംഭവമേ അല്ല ശരിക്കും നടന്നത്. അനുഗ്രഹിച്ചിട്ട് അപ്പോൾ അതിനെക്കാട്ടി നല്ലൊരു ഈ വിശ്വകർമ്മനെ പോലത്തെ ആൾക്കാർ ഡിസൈൻ ചെയ്ത ആ ലോകത്തേക്ക്, സുധലോകം എന്ന് പറഞ്ഞ സുധാളയിലേക്കാണ് മഹാബലിനെ വിഷ്ണു സെൻഡ് ചെയ്തത്. വിത്ത് പ്രോമിസ്ഡ്, ഞാൻ എല്ലാ കാലവും നിന്നെ ഗാർഡായിട്ട് അവിടെ കാത്തുകൊള്ളാമെന്ന് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സോ നമ്മൾ കാരണം നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ വിവരങ്ങളെ അറിവ് കുറവുണ്ട്. സോ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഒരുപാട് വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.